Good morning, students. നമുക്ക് റേഷ്യോ ടെസ്റ്റിലെ പ്രോബ്ലം ചെയ്ത് നോക്കാം. അത് റേഷ്യോ ടെസ്റ്റ് എന്താണെന്ന് പറയാം. റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ് യു കെ സിഗ്മ യു കെ ബി എ ഗിവൺ സീരീസ് വിത്ത് പോസിറ്റീവ് ടേംസ്. ലെറ്റ് സിഗ്മ യു കെ ബി എ ഗിവൺ സീരീസ് വിത്ത് പോസിറ്റീവ് ടേംസ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള വർക്കിംഗ് പ്രൊസീജിയർ ഒന്ന് എഴുതാം. ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പില് റൈറ്റ് ഗിവൺ സീരീസ് ആസ് സിഗ്മ യു കെ. തന്ന സീരീസ് നമ്മൾ സിഗ്മ യു കെ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫൈൻഡ് യു കെ പ്ലസ് വൺ. അതിൽ നിന്ന് യു കെ പ്ലസ് വൺ കെ ഉള്ളിടത്തേക്ക് നമ്മൾ കെ പ്ലസ് വൺ കൊടുത്തത് യു കെ പ്ലസ് വൺ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? മൂന്നാമത്തെ പോയിന്റ് ഫൈൻഡ് റോ. റോ കണ്ടുപിടിക്കണം. റോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് വൺ ബൈ യു കെ. ഈ ഫോർമുല ഉപയോഗിച്ച് റോ കണ്ടുപിടിക്കുക. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് വൺ ബൈ യു കെ ഉപയോഗിച്ച് റോ കണ്ടുപിടിക്കുക. ഇനി ഈ റോ ലെസ് ദാൻ വൺ ആണെങ്കിൽ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ റോയുടെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ആ റോയുടെ വാല്യൂ ലെസ് ദാൻ വൺ ആണെങ്കിൽ സീരീസ് കൺവെർജന്റ് ആയിരിക്കും. ഇനി റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ സീരീസ് ഡൈവർജന്റ് ആയിരിക്കും. ഇനി റോയുടെ വാല്യൂ ഈക്വൽ ടു വൺ ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽസ്. അപ്പൊ റേഷ്യോ ടെസ്റ്റില് നമ്മൾ ചെയ്യേണ്ട വർക്കിംഗ് പ്രൊസീജിയർ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സീരീസ് എന്തായിരിക്കും? സീരീസ് ബി ഗിവൺ സീരീസ് വിത്ത് പോസിറ്റീവ് ടേംസ്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. സിഗ്മ കെ ഈക്വൽ ടു 1 to infinity 1 by k ഫാക്ടോറിയൽ. ഈ പ്രോബ്ലം നമുക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന സീരീസിനെ യു കെ ആയിട്ട് എടുക്കുന്നു. അപ്പോ യു കെ സിഗ്മ യു കെ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ കെ ഈക്വൽ ടു 1 to infinity 1 by k ഫാക്ടോറിയൽ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? യു കെ പ്ലസ് വൺ കണ്ടുപിടിക്കണം. യു കെ പ്ലസ് വൺ. യു കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ കെയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? കെ പ്ലസ് വൺ ഫാക്ടോറിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? 1 by k plus 1 ഫാക്ടോറിയൽ. 1 by k plus 1 ഫാക്ടോറിയൽ. ഇനി റോ കണ്ടുപിടിക്കുക. റോ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 by യു കെ. ദാറ്റ് ഈസ് ലിമിറ്റ് k tends to infinity യു കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 by k plus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ യു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by k ഫാക്ടോറിയൽ. ഇനി എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k tends to infinity 1 by k plus 1 ഫാക്ടോറിയൽ ഇൻറ്റു ഈ k ഫാക്ടോറിയൽ ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ വരും k ഫാക്ടോറിയൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. ഇവിടെ k പ്ലസ് 1 ഫാക്ടോറിയൽ നമുക്കറിയാം. 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇങ്ങനെ 9 ഫാക്ടോറിയൽ into 10 എഴുതിക്കൂടെ? 1 into 2 into 3 into 4 into 5 into 6 into 8 into 9 വരെ നമുക്ക് എന്ത് എഴുതാം? 9 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ബാക്കി 10 എഴുതാം. അതായത് നമുക്ക് കെ പ്ലസ് 1 ഫാക്ടോറിയലിന് അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് കെ പ്ലസ് 1 ഫാക്ടോറിയലിനെ കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1 എന്ന് എഴുതാം കേട്ടോ. കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1 എന്ന് എഴുതാം. അതായത് 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10. അപ്പൊ 1 മുതൽ 9 വരെ നമുക്ക് 9 ഫാക്ടോറിയൽ എഴുതും ഇൻറ്റു 10. അതേപോലെ കെ പ്ലസ് 1 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by k plus 1 ഫാക്ടോറിയൽ നമ്മൾ എഴുതുന്നത് എന്താണ്? കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ ഫാക്ടോറിയൽ. ഈ കെ ഫാക്ടോറിയലും നമ്മൾ ക്യാൻസൽ ആക്കുന്നു. കെ ഫാക്ടോറിയലും നമ്മൾ ക്യാൻസൽ ആക്കി കളയുന്നു. ബാക്കി നമുക്ക് എന്താ കിട്ടണം? നോക്കിയേ, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by k plus 1. ഈ കെയുടെ വാല്യൂ ഇൻഫിനിറ്റി ആവുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്താ കിട്ടണേ? ഇതിന്റെ ആൻസർ 1 by ഇൻഫിനിറ്റി ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0. അപ്പൊ നമ്മുടെ റോയുടെ വാല്യൂ എന്താണ്? റോയുടെ വാല്യൂ ലെസ് ദാൻ 1 എന്ന് കിട്ടും. റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. Therefore the given series എന്താണ്? Given series is convergent. അതായത് നമുക്ക് തന്ന സീരീസ് അതായിരുന്നു. That is sigma k equal to 1 to infinity 1 by k factorial is convergent.
ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. റേഷ്യോ ടെസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? സിഗ്മ യു കെ ബി എ ഗിവൺ സീരീസ് വിത്ത് പോസിറ്റീവ് ടേംസ്. സിഗ്മ യു കെ ബി എ ഗിവൺ സീരീസ് വിത്ത് പോസിറ്റീവ് ടേംസ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ റേഷ്യോ ടെസ്റ്റ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? ഫാക്ടോറിയൽ വരുന്ന കേസിലാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് കൂടുതൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ഫാക്ടോറിയൽ കേസ് വരുന്നതാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വർക്കിംഗ് പ്രൊസീജിയർ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സീരീസിന് സിഗ്മ യു കെ എന്ന് എടുക്കാം. തന്നിരിക്കുന്ന സീരീസിന് സിഗ്മ യു കെ എന്ന് എടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം? യു കെ പ്ലസ് 1 കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കേസില് യു കെ പ്ലസ് 1 കണ്ടുപിടിക്കുക. മൂന്നാമത്തെ കേസിൽ എന്താണ്? ഫൈൻഡ് റോ. റോ കാണാം. റോ കാണാനുള്ള ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ബൈ യു കെ. ഈ ഫോർമുല ഉപയോഗിച്ച് റോ കണ്ടുപിടിക്കുക. യു കെ പ്ലസ് 1 ബൈ യു കെ ഉപയോഗിച്ച് റോ കണ്ടുപിടിക്കുക. ഇനി റോ കിട്ടിക്കഴിഞ്ഞാൽ, റോയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് എന്തായിരിക്കും? കൺവെർജന്റ് ആയിരിക്കും. റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് എന്തായിരിക്കും? ഡൈവർജന്റ് ആയിരിക്കും. റോ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായിരിക്കും? ടെസ്റ്റ് ഫെയിൽസ്. റോ ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽസ് ആയിരിക്കും. അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ്. പ്രോബ്ലം സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ കെ ഫാക്ടോറിയൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നിരിക്കുന്നതിന് സിഗ്മ യു കെ എന്ന് എടുക്കുന്നു. അതിൽ നിന്ന് യു കെ പ്ലസ് 1 കണ്ടുപിടിക്കുന്നു. യു കെ പ്ലസ് 1 കണ്ടുപിടിക്കുമ്പോൾ കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? കെ പ്ലസ് 1 കൊടുക്കണം. അപ്പൊ 1 ബൈ കെ പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് കൊടുത്തു. റോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഫോർമുല ഏതാണ്? യു കെ പ്ലസ് 1 ബൈ യു കെ. യു കെ പ്ലസ് 1 പകരം 1 ബൈ കെ പ്ലസ് 1 ഫാക്ടോറിയൽ കൊടുത്തു. യു കെക്ക് പകരം 1 ബൈ കെ ഫാക്ടോറിയൽ കൊടുത്തു. ഈ കെ ഫാക്ടോറിയൽ ന്യൂമറേറ്ററോട് ഷിഫ്റ്റ് ആവും. അപ്പൊ കെ ഫാക്ടോറിയൽ ബൈ കെ പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് വന്നു. കെ പ്ലസ് 1 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1 എന്ന് എഴുതാം. ഈ കെ ഫാക്ടോറിയലും കെ ഫാക്ടോറിയലും കട്ടായി പോകുന്നു. ഇനി കെയുടെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടും 1 ബൈ ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയി. therefore സീരീസ് ഈസ് കൺവെർജന്റ്. ദാറ്റ് ഈസ് സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ കെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവെർജന്റ് ആണ് കിട്ടി കേട്ടോ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക. ഈ വർക്കിംഗ് പ്രൊസീജിയർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ റോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ബൈ യു കെ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ശരി.